വി ഡി സതീശന് മെറ്റ ആനുകൂല്യം നൽകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതമോ നിർദ്ദേശമോ ഇല്ലാതെ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ മെറ്റയ്ക്ക് സാധിക്കില്ല. ഡബിൾ എ റഹീം നിങ്ങളതാണ് പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത്, വയനാട്ടിൽ BJP മെമ്പർഷിപ്പ് വിതരണം ആദിവാസികൾക്ക് നൽകി BJP ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ആൻഡോ അഗസ്റ്റിൻ തുടക്കം കുറിക്കുന്നു. ജനുവരി 2, 2015. അപ്പോൾ ഇത് രണ്ടുമാണ് വിഷയം എന്ന് പറയുന്നത്. നമുക്ക് ഡബിൾ എയിൽ നിന്ന് തുടങ്ങാം. അതായത് അശ്ലീലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അശ്ലീലം എന്തൊരു ഇൽമാണെന്ന് നോക്കിയേ, എന്തൊരു നോളജാണ്. മഹാപണ്ഡിതനാണ് കേട്ടോ, മഹാപണ്ഡിതൻ. എന്തൊരു വിവരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം ഉപദേശം നൽകുന്ന ഈ പറയുന്ന ഉപദേഷ്ടാവാണ് ഈ അശ്ലീലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അശ്ലീലം ഇതൊക്കെ പറയുന്നത് മലയാളിയോടെയാണല്ലോ. അല്ലാതെ ഇവനെ കേൾക്കാൻ എന്താണെങ്കിലും തമിഴ്നാട്ടുകാരോ കർണാടകക്കാരോ അല്ലെങ്കിൽ മറ്റാരും എന്തായാലും ഇല്ല. പറയുന്നത് മലയാളിയോടാ. മലയാളി കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത വിഷയം. എന്തായാലും മലയാളിയോടാണ് ഡബിൾ എ അശ്ലീലം ഇതൊക്കെ പറയുന്നത്. ഒരൽപ്പം വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇമാതിരി വർത്താനം പറയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എല്ലാ വീടുകളിലും. ഇനി അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഓരോ ഇടങ്ങളിലെയും ഓരോ പ്രദേശത്തെയും ഓരോ 100 വീടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കണ്ടന്റ് ക്രിയേഷനിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ഓരോ 100 വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷനിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകും. അപ്പോൾ ആ കേരളത്തിലെ മലയാളിയോട് അശ്ലീലം പറയാണ്. സതീശന് മെറ്റ ആനുകൂല്യം നൽകുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ മെറ്റയ്ക്ക് കണ്ടന്റ് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണോ. അണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇതൊക്കെ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഇതൊക്കെ പറയുന്നത് റിപ്പോർട്ടർ TVക്ക് വേണ്ടിയിട്ട്. എന്താ റിപ്പോർട്ടർ TV ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ഒരു സോക്കോൾഡ് ഒരു കൂട്ടിക്കൊടുപ്പ് സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുരക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കുരയിൽ അതിങ്ങനെ അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്കാ ക്രിമിനൽ, ആ ക്രിമിനലിന് വേണ്ടിയിട്ട് സഖാക്കൾ എന്തിന് ഈ കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നാമത്തെ കാര്യം, അവിടെയാണ് എൻ്റെ മൈൻഡിലേക്ക് മറ്റൊരു വിഷയം വന്നത്. എന്ത്? ആ പാലമുട്ടത്. 40-ലധികം കുറ്റപത്രങ്ങളുള്ള ഒരു ക്രിമിനലുമായിട്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു പാലമുണ്ട്. ആ പാലം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് 2015 BJP കേരളം എന്ന് പറയുന്ന BJPയുടെ കേരളത്തിലെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് എന്താണ്? ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ വീരപ്പൻ BJPക്ക് വേണ്ടി മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് നടത്തുകയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണ്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളം ഭരിക്കുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ്. അന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം നിന്നു. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? കോൺഗ്രസിനോടും UDFനോടുള്ള വിരോധമാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പം മുതൽ നേരെ കാല് മാറി ഇപ്പുറത്തേക്ക് മാറി CPMന്റെ കൂടെ നിന്നു. അവിടെയും വിരോധം ആരോടാണ്? വിരോധം കോൺഗ്രസിനോടാണ്. അപ്പോൾ ഈ പറയുന്ന ആൻഡോയുടെ വിരോധമാണെങ്കിലും ഇനി ആരോ ആൻഡോയ്ക്ക് വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കളുടെ വിരോധമാണെങ്കിലും എല്ലാം കോൺഗ്രസിനോടും UDFനോടുമാണ്.
കോൺഗ്രസിനോടും UDF-നോടുമാണ് വിരോധങ്ങൾ അത്രയും ഉള്ളത്. ആ വിരോധങ്ങൾക്ക് പുറത്താണ് ഈ കുരകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംഘിയുടെയും സഖാവിൻ്റെയും ശത്രു കോൺഗ്രസ് ആണ്, UDF ആണ്. കോൺഗ്രസ് ആണെന്ന് പറയുമ്പോൾ UDF ആണ്, ആ മുന്നണിയാണ്. കാരണം ആ മുന്നണിയാണല്ലോ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകളാണ് നിരന്തരമായിട്ട് വ്യാജങ്ങൾ പടച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് വ്യാജം പടച്ചു വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഇന്നലെ ഇതേ റിപ്പോർട്ടർ TV-യിലെ മെറ്റ അരുൺ പറയുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങളൊരു പരാതി കൊടുക്ക്, പരാതിക്കൊപ്പം ഞാൻ നിൽക്കാമെന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ അന്ന് സതീശൻ പറഞ്ഞത് തീറ്റും തെറ്റാണ്. ഞങ്ങൾക്ക് മെറ്റ നൽകിയത് ഈ കേരളത്തിൽ നിന്നുള്ള ആവശ്യമനുസരിച്ചാണ് എന്ന് പച്ച നുണ വിളിച്ച് പറയുക സ്റ്റുഡിയോ റൂമിൽ നിന്ന്. ഇന്ന് മെറ്റയോട് കേരളത്തിലെ പോലീസ് ഔദ്യോഗികമായിട്ട് ചോദിച്ചു എന്താണ് റീസൺ. മെറ്റ ഔദ്യോഗികമായിട്ട് മറുപടിയും നൽകി. എന്താണ്? ഈ പറയുന്ന AI സംവിധാനത്തിൽ വന്നിരിക്കുന്ന തകരാറ് മൂലമാണ് ഇതൊക്കെ റിമൂവ് ആയിരിക്കുന്നത് എന്ന് മെറ്റ കേരളത്തിൻ്റെ പോലീസിനോട് ഔദ്യോഗികമായിട്ട് റിപ്ലൈ നൽകുന്നു. അപ്പോൾ ചോദിക്കാത്ത കാര്യം, മെറ്റ പറയാത്ത കാര്യം സർക്കാർ പറഞ്ഞിട്ടാണ് എന്ന് പച്ച നുണ പടച്ചുവിടാൻ ഇച്ചിരി ഉളുപ്പ് ഈ മെറ്റകൾക്കുണ്ടായിരുന്നില്ല. ഉളുപ്പിൻ്റെ കാര്യം പോട്ടെ, തീട്ടം തിന്നാൻ ഉളുപ്പില്ലാത്തവന് പിന്നെ മെറ്റയുടെ കാര്യത്തിൽ ഉളുപ്പുണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടുമോ? അത് പാടില്ല. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വാശിയും പിടിക്കുന്നില്ല. കാരണം രാവിലെ തന്നെ ചൂടപ്പം പോലെ ഈ തീട്ടം വാരി നക്കിയിരുന്ന ആളുകൾക്ക് അത് കിട്ടാതെ വന്നപ്പോഴുള്ള വെപ്രാളമാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിൽക്കട്ടെ. അപ്പം എൻ്റെ ഒരു സ്വാഭാവികമായി 2014 മുതൽ 16 വരെ പിണറായി വിജയൻ അധികാരത്തിൽ എത്തുന്നത് വരെ BJP-യുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ പറയുന്ന ആൻഡോ എന്ന് മുതലാണ് സഖാക്കൾക്ക് ഇവൻ സഖാവായി തുടങ്ങിയത്? അതോ 2016 ശേഷം ഈ സഖാക്കളായിട്ടുള്ള കേഡർ പ്രവർത്തകരെ RSSകാരാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിങ് പിണറായി വിജയൻ RSS ആചാര്യൻ ശ്രീ M-നെ ഏൽപ്പിച്ച് കേരളത്തിലെ നികുതി പണത്തിൽ നിന്ന് പണവും നൽകി പ്രതിഫലവും നൽകി ഒരു കൺവേർഷൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേഡറുകാരെയൊക്കെ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ സംഘിയും സഖാവുമല്ലാത്ത സംഘാക്കളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിങ്, അതിൻ്റെ ഒരു ഫലമാണ് ഈ പറയുന്ന ആൻഡോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആൻഡോയ്ക്കെതിരെ അന്വേഷണം ഉണ്ടാകുമ്പോൾ ആ അന്വേഷണത്തിന് ആൻഡോയെ ന്യായീകരിക്കാൻ സഖാക്കള് ഈ പറയുന്ന ആളുകൾ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും ഇപ്പോൾ RSSുമല്ല, CPM-ഉമല്ല, സഖാവുമല്ല, സംഘിയുമല്ല, സംഘാക്കളാക്കി മാറ്റിയ ഘട്ടത്തിൽ ഒരു പുതിയ കൂട്ടര് രൂപം കൊണ്ടിരിക്കുന്നു. ആൻഡോ സേവാ സംഘം. രാഷ്ട്രീയ സ്വയം സേവകല്ല, ആൻഡോ സേവാ സംഘം. ആ ആൻഡോ സേവാ സംഘം കരച്ചിലിന് പിന്നിൽ കൃത്യമായ ബോധ്യങ്ങളുണ്ട്. എന്താണ് ബോധ്യം? ഈ വെളുപ്പിച്ചിരിക്കുന്ന കള്ളപ്പണ കേസിൽ നല്ല ഒന്നാം തരം പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് ആ ബോധ്യം എന്ന് പറയുന്നത്. ആ ബോധ്യത്തിൽ നിന്നാണ് ആൻഡോ സേവാ സംഘങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ നിന്നാണ് എവിടെ നിന്നില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക നോളജ്, ഈ പറയുന്ന പ്രത്യേക ഒരു വിവരം, ഈ പറയുന്ന അശ്ലീലം റഹീം അടക്കമുള്ള ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമാണ് കാര്യങ്ങൾ. അശ്ലീലത്തിനടക്കം ഇത്തരം കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നില്ലാത്ത ഈ പറയുന്ന മേഖലകളിൽ നിന്നാണ്. എന്താണെങ്കിലും കരയാൻ, ആൻഡോയ്ക്ക് വേണ്ടി കരയാൻ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ വളരെ ചുരുങ്ങിയ ദിവസം മുമ്പാണ് കേരളത്തിൽ ഒരു പോഡ്കാസ്റ്റ് പുറത്തേക്ക് വരുന്നത്. ഇത് VD സതീശൻ്റെ പോഡ്കാസ്റ്റ് ആയിരുന്നു. ആ പോഡ്കാസ്റ്റ് പുറത്തേക്ക് വിട്ടത് ഷാരിഖ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പ്ലസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഉള്ള ഈ ഫിനാൻഷ്യൽ മേഖലകളിലൊക്കെ
ഒരുപാട് എന്താ പറയേണ്ടത്, കഴിവുള്ള ഒരു വ്യക്തി ഒരു 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പോഡ്കാസ്റ്റ് പുറത്തേക്ക് വിട്ടു. ആ പോഡ്കാസ്റ്റ് പുറത്ത് വന്നതിന് തൊട്ട് പിന്നാലെ അതേ രീതിയിൽ ഈ പറയുന്ന ഒരു 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 ആങ്കറെ, കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരു ആങ്കറെ വിളിച്ചു വരുത്തി റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റുഡിയോയിലിരുന്ന് ഈ പറയുന്ന കാട്ടുകള്ളനും ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അത് പുറത്തേക്ക് വിട്ടു. അന്ന് മുതൽ സഖാക്കൾ, എനിക്ക് മനസ്സിലായില്ല, അന്ന് മുതൽ സഖാക്കൾ തുടങ്ങിയതാണ്, ഞങ്ങൾ ആൻഡോയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആൻഡോയെ കേൾക്കാൻ ഈ ആൻഡോ ആരാ? ഏതർത്ഥത്തില? 2014 ഈ പറയുന്ന 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ BJPയുടെ മെമ്പർഷിപ്പ് വിതരണം നടത്തിക്കൊണ്ടിരുന്ന ആൻഡോ അത് കഴിഞ്ഞ് കേരളത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു നമ്പർ 1 ഫ്രോഡ്. ആ ഫ്രോഡിനെ കേൾക്കാൻ എന്താണ് സഖാക്കൾ ഇത്രമാത്രം സമയം ചെലവിടേണ്ട കാര്യം? സഖാക്കൾ പിണറായിയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കാറൽ മാക്സിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ലെനിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയേണ്ടത്, ഇവരുടെ ബുദ്ധിജീവി MV ഗോവിന്ദനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടായിരുന്നു അല്ലേ? ഒരു പക്ക ഫ്രോഡ് ക്രിമിനലിനെ കേട്ടുകൊണ്ടിരിക്കാൻ, അതും പിണറായി വിജയൻ അധികാരത്തിൽ എത്തുന്നത് വരെ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അടക്കം നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്രിമിനലിനെ കേട്ടുകൊണ്ടിരിക്കാൻ സഖാക്കൾക്ക് എന്താണ് അത്രമാത്രം താല്പര്യം? അപ്പം അവിടെയാണ് ആൻഡോയ്ക്കെതിരെ നടന്ന അന്വേഷണങ്ങൾ അത്രയും നിലച്ചു പോയതും പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആൻഡോയ്ക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളിൽ എല്ലാ അന്വേഷണവും പാതി വഴിയിൽ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിലച്ചതും, അതുപോലെ തന്നെ ഈ പറയുന്ന പിണറായി വിജയന് വേണ്ടിയുള്ള കുഴലൂത്ത് ആൻഡോ ഏറ്റെടുത്തതും ആ ഘട്ടം മുതലാണ്. മനസ്സിലാക്കണം വളരെ കൃത്യമായിട്ട്. അപ്പോൾ ഈ പാലമാണ് ഞാൻ പറഞ്ഞ പാലം. അതായത് ആൻഡോയ്ക്കെതിരെയുള്ള എല്ലാ അന്വേഷണങ്ങളും പിണറായി വിജയൻ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അവിടെ നിർത്തിക്കൊടുത്തു. പകരം ആൻഡോ ഈ പറയുന്ന ചാനൽ മേധാവി ആയതിനു ശേഷം ആ ചാനലിലൂടെ പിണറായി വിജയനെ വെളുപ്പിക്കാനുള്ള പണി എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന സർവേ ഫലങ്ങളൊക്കെ വരുമ്പോൾ അത് വിശ്വസിക്കാൻ ആൻഡോക്ക് പറ്റുമായിരുന്നില്ല. റിസൾട്ട് വന്നപ്പോഴും ആൻഡോ ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ആൻഡോയെ സംബന്ധിച്ചിടത്തോളം തീട്ടം വിതരണം ചെയ്യുന്നത് ആരാ? അത് പിണറായി വിജയനാണ്. അപ്പോൾ ആൻഡോയെ സംബന്ധിച്ചിടത്തോളം തമ്പ്രാൻ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഖാക്കളുടെ കരച്ചിലുകൾ ഇനിയും തുടരും. ആ തുടരുമെന്ന് പറഞ്ഞാൽ ഇനിയാണ് വരാനിരിക്കുന്നത്. ഇപ്പോഴും സാമ്പിൾ വെടിക്കെട്ട് പോലും നടത്തിയിട്ടില്ല. തൃശ്ശൂർ പൂരം നടക്കും, വെടിക്കെട്ടും സാമ്പിൾ വെടിക്കെട്ടും ഇന്ന ദിവസം നടക്കുമെന്നുള്ള പ്രഖ്യാപനം മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ആൻഡോയ്ക്കെതിരെ അന്വേഷണം പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കള്ളപ്പണം വെളുപ്പിച്ചതിലാണെങ്കിലും നികുതി വെട്ടിപ്പ് നടത്തിയതിലാണെങ്കിലും ഇനി മരം മുറി കേസിലാണെങ്കിലും ഒക്കെ ശരി, അന്വേഷണം പുരോഗമിക്കുന്നതേയുള്ളൂ. ഇനി ആ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകളും ഇടപെടലുകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല താനും.